ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. വിമാന ടിക്കറ്റ് നിരക്ക് ഡൽഹിയിൽ കുത്തനെ കൂട്ടി എന്ന വാർത്ത കൂടി ബൽറാം പങ്കുവയ്ക്കുന്നു. ബൽറാം, എന്താണ് ഡൽഹി വിമാനത്താവളത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം? SKN ഇന്നും വിമാന സർവീസുകളെ വ്യാപകമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോയുടെ എല്ലാ സർവീസുകളും ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി പതിയെ പരിഹരിച്ചു വരുന്നു എന്നാണ് ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അത്ര തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല, അത്രത്തോളം പ്രതിസന്ധി ഇല്ല, കാര്യങ്ങൾ പരിഹരിച്ചു വരുന്നു എന്ന് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നു. അതേസമയം ഡൽഹിയിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്കുള്ള ടിക്കറ്റ് ചാർജുകൾ അത് ഏതാണ്ട് 10 ഇരട്ടിയോളം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സാധാരണ നിലയിൽ ഡിസംബറിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നു കാണാറുണ്ട്. അവധി ആകുന്നത് കൊണ്ട് തന്നെ ആളുകൾ നാടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണ്. ക്രിസ്മസ് അടക്കമുള്ള സീസൺ പരിഗണിച്ചുകൊണ്ട് ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കാറുണ്ട്. എങ്കിൽ പതിവിലും എത്രയോ ഇരട്ടി, 6 ഇരട്ടിയോ 7 ഇരട്ടിയോ ടിക്കറ്റ് ചാർജ് ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കുകയാണ്. കേരളത്തിലേക്ക് ടിക്കറ്റ് നിരക്ക് 50,000-ന് മുകളിൽ ടിക്കറ്റ് നിരക്ക് പല കമ്പനികളും ഈടാക്കുകയാണ്. നിലവിൽ അവരുടെ വെബ്സൈറ്റുകളിലും മറ്റും അത് ദൃശ്യവുമാണ്. ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി യാത്രക്കാർക്ക് ഇത് സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് മറികടക്കുന്നതിനായി ട്രെയിനുകളിൽ അധിക കോച്ചുകൾ, ഒപ്പം തന്നെ പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ എന്നീ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഇന്ന് 6 സ്പെഷ്യൽ ട്രെയിനുകൾ ഇന്നും നാളെയുമായി സർവീസ് നടത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകളോ കൂടുതൽ കോച്ചുകളോ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കും എന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സെൻട്രൽ റെയിൽവേയാണ് 6 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.